നവകേരള സദസ്സിന്റെ ഈ തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ ചുമതലക്കാരൻ ഞാനാണ്. പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT വിനുവൽ. ഇവിടെ MLA ഇല്ലാത്തതിനാൽ നമുക്കാണ് ചുമതല. ഈ നവകേരള സദസ്സിന് സ്പോൺസർമാരിൽ നിന്നും പണം സ്വീകരിച്ച് പരിപാടി നടത്തുവാനാണ് സർക്കാർ ആഹ്വാനം. അത് പല ആളുകളെയും പോയി കണ്ടിട്ടുണ്ട്. പല ആളുകളും പണം നേരിട്ട് സ്വീകരിക്കുകയല്ല ഇത്, അത് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിന്റെ കണക്ക് ജില്ലാ കളക്ടറേറ്റിലുണ്ട്. ആരാ ഇത് പണം സ്വീകരിച്ചു, ആര് സ്വീകരിച്ചു, എവിടെ കൊടുത്തു എന്നുള്ളതിനാണ്. നേരത്തെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നേരത്തെ പലതവണ ചെയർമാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നടപടിയെടുക്കാൻ ചെയർമാൻ പലപ്പോഴും വിസമ്മതിക്കുക എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ജയിലിനെ കുറിച്ച് ഒട്ടനവധി ആരോപണങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സർവീസ് കാലാവധി ഏകദേശം ഒരു 2-3 മാസം കൂടി വന്നു. സർവീസിൽ നിന്ന് പിരിയുന്നതാണ്. നിലവിലൊരു നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളും മറ്റു പ്രവർത്തനങ്ങളും എല്ലാം പോകുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ കൂടെ. ഞാൻ ഇദ്ദേഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ നഗരസഭയിലെ ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഇവിടെ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടെന്നുള്ളതെല്ലാം ഞാൻ അറിയിച്ചിട്ടുണ്ട്. നമ്മൾ ഉത്തരവാദപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരാളെ മാറ്റിവെക്കുക, സുതാര്യമായ പ്രവർത്തനത്തിൽ നല്ലതാണ്. പക്ഷെ അതൊന്നും നാളിതുവരെ നടന്നിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഒരു നഗരസഭയുടെ സുതാര്യമായ ഒരു കാര്യം, ഇപ്പം നഗരസഭയിലെ ഒരു AE ആണെങ്കിലോ അല്ലെങ്കിൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ ഒരു ഓവർസീറോ എന്തെങ്കിലും ഇതുപോലെയുള്ള കേസിൽ പിടിപ്പെട്ട് നഗരസഭയുടെയും അല്ലെങ്കിൽ ആ ഭരണസമിതിയുടെയും പ്രതിച്ഛായയാണ് ഇതിൽ. അതിന്റെ പ്രതിച്ഛായ വളരെ ഗൗരവകരമായൊരു കാര്യം. പക്ഷെ ഉദ്യോഗസ്ഥരെ അതിൻ്റെതായ രീതിയിൽ സംരക്ഷിക്കുകയല്ല, അതിൻ്റെതായ രീതിയിൽ നമുക്ക് ലോജിക്കായിട്ടുള്ള ആളുകളെ ഞാൻ പാർട്ടി അറിയിച്ചിട്ടുണ്ട്. മറ്റ് തിരുവനന്തപുരത്ത് ഓഫീസിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പും തിരുവനന്തപുരത്ത് ഓഫീസിൽ പോയി അറിയിച്ചിട്ടുണ്ട്. നടപടി എടുക്കുന്നതിനൊരു പരിമിതികളുണ്ട്. നമ്മളൊരു ഉദ്യോഗസ്ഥനെ നമ്മൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത കൗൺസിലിൽ വെച്ച് അംഗീകരിക്കണം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരെ 2 നടപടി എടുക്കാനായിട്ട് പോയപ്പോൾ ഞാൻ അഡ്വക്കേറ്റൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ ഇതറിയാൻ സാധിച്ചത് അദ്ദേഹം മറ്റ് ജില്ലകളിലെല്ലാം സ്വന്തം നാട്ടിൽ ജോലി ചെയ്യാൻ വന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ അവിടുന്ന് സസ്പെൻഡ് ചെയ്താലും ഒരു കോടതിയെ സമീപിച്ചാൽ അദ്ദേഹത്തിന് വീണ്ടും നഗരസഭയിൽ തന്നെ തുടരാൻ സാധിക്കും. അപ്പോൾ ഈ 1-2 മാസം കൊണ്ട് ഈ പ്രതിസന്ധി മാറും. അതുപോലെ തന്നെ സർവീസിലൊരു ഏകീകരണം വന്നിട്ടുണ്ട്. അങ്ങനെയല്ല, അഴിമതി ആരോപണങ്ങൾ എന്ന് പറയുന്നത് പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ള സത്യമാണ്. പക്ഷെ നമുക്ക് ചില പരിമിതികളുണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നത്. നഗരസഭാ ചെയർമാനാണ് എന്നുള്ളതിൽ വെച്ചുകൊണ്ട് ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ നടപടി എടുക്കുകയും മറ്റു കാര്യങ്ങൾ, അത് പല രീതിയിലുള്ള പ്രതിസന്ധികളും ഉണ്ട് അതിനകത്ത്. നിയന്ത്രണമല്ല, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നഗരസഭയുടെ നല്ല നടത്തിപ്പിന് ഇപ്പൊ ഞാൻ ചെയർമാനായ ശേഷം 4-ാമത്തെ 5-ാമത്തെ AE ആണ്. ഇല്ല, അയാൾ സംരക്ഷിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച വീഡിയോ ക്ലിപ്പിംഗ് ഉണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ അദ്ദേഹത്തെ തടഞ്ഞു വെച്ചു. ഒരു സ്കൂളിന്റെ ഫിറ്റ്നസുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഞാൻ അദ്ദേഹത്തിനെതിരെ ഇനി ആവർത്തിച്ച കർശന നടപടി എടുക്കും, കൗൺസിലിൽ വെച്ച് കർശന നടപടി എടുക്കുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വീഡിയോ ക്ലിപ്പ് സഹിതം ഇവിടെ ഉണ്ട്. ഞാൻ പറയുന്നതിന്റെ അതൊരു പ്രശ്നം. ഈ സംഭവം ആണ് നമ്മൾ ലൈവായിട്ട് അറിയാൻ സാധിച്ചൊരു കാര്യം. മറ്റുള്ളതെല്ലാം ശ്രുതികളാണ്, ആരോപണങ്ങളാണ്, പറയുന്നതാണ്. വ്യക്തമായൊരു തെളിവുകളോ മറ്റു കാര്യങ്ങളോ ഇല്ല. അപ്പൊ ഇങ്ങനൊരു സംഭവം വന്നപ്പോഴാണ് പല കഥകളും പല രീതിയിലുള്ള കാര്യങ്ങളും അദ്ദേഹത്തെ കുറിച്ചുള്ള ആരോപണങ്ങളൊക്കെ പുറത്തു വരുന്നത്. അപ്പം അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞത് 3 ദിവസം മുമ്പാണ്. അത് കഴിഞ്ഞാണ് ഇങ്ങനെ സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ പാർട്ടിയുടെ ആവശ്യത്തെ തൽക്കാലം തള്ളിക്കളയാണ്. പാർട്ടിയെ തള്ളിക്കളയുന്നില്ല. രാജിവെക്കാനാണ് വെച്ചാൽ അതിനകത്തൊരു ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പൊതുസമൂഹത്തോട് ഒരു പ്രതിബദ്ധതയുണ്ട്. ഞാൻ തെറ്റുകാരനല്ല എന്ന് ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അതുപോലെ ഞാൻ ഈ 4 വർഷക്കാലം തൊടുപുഴയിൽ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്കറിയാം എൻ്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന്. ഞാൻ സാധാരണക്കാരായ മനുഷ്യനാണ്. ഞാൻ ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് കയറി വന്ന ആളാണ്. ഞാൻ എങ്ങനെയാണോ 2020 ഈ കൗൺസിലിലേക്ക് കടന്നു വന്നത്, ആ ഒരു സാമ്പത്തിക സംവിധാനത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും. എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാൻ സാധിക്കും എൻ്റെ ജീവിത സാഹചര്യം എങ്ങനെയാണ്. പാർട്ടിക്ക് മനസ്സിലായില്ലേ, ബോധ്യപ്പെട്ടില്ലേ? എന്നിട്ടാണോ പാർട്ടി വീണ്ടും രാജിക്ക് ആവശ്യപ്പെടുകയും ചെയ്തത്? പറഞ്ഞല്ലോ, പാർട്ടിയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ? കേസ് വന്നപ്പോഴേ താങ്കൾ ആദ്യം
ഞാൻ ജനങ്ങളെ കാണുവാനും മാധ്യമങ്ങളെ സ്വീകരിക്കാനും അല്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഫോണിൽ കൂടെ നമുക്ക് ആരോപണ വിധേയനായിട്ട് നിൽക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥയിൽ പുറത്തുനിന്ന് നമ്മളെ ഫോൺ വിളിക്കുന്നവരുടെ മാനസികാവസ്ഥയിൽ എന്താണ് ഞാൻ പറഞ്ഞിട്ട് എന്നെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനം വരെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. ഈ ചോദിക്കുന്ന ആളുകളോട് മറുപടി പറഞ്ഞ് മടുത്തു. എന്തോരം പറഞ്ഞാൽ നമ്മൾ ഇതിനൊരു വിശദീകരണം കൊടുക്കണം. അപ്പൊ നിലവിൽ വലിയ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് ബോധിച്ചിട്ടുണ്ട്. ഇക്കാര്യം നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുകയില്ലെങ്കിൽ കാരണം മാധ്യമങ്ങൾ പറഞ്ഞു നിരപരാധിയാണ് നേതൃത്വത്തോടെ രാജി ആവശ്യപ്പെടുന്നത് അവർക്ക് മുമ്പിൽ എഴുതിയെങ്കിലും പറയും. നേതൃത്വം പറയുന്നതിനെന്താ കുഴപ്പം, തെറ്റൊന്നുമില്ല. അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്. അല്ല ഇപ്പൊ പാർട്ടി ഒപ്പം നിന്നില്ല എങ്കിൽ എന്താണ് തീരുമാനം? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സ്വതന്ത്രനായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്ന ഒരാളാണ്. നിങ്ങളുടെ CPM-ന്റെ ആ CPM സംവിധാനത്തിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ ചെയർമാനാക്കുവാൻ എന്നെ സമീപിക്കുകയും അവരുടെ ഒപ്പം നിൽക്കുകയും ചെയ്തു. ഈ നിന്ന് പ്രവർത്തിച്ച ഈ 4 വർഷക്കാലം പാർട്ടി എന്നെക്കുറിച്ച് ഒരു ആരോപണമോ മറ്റു കാര്യങ്ങളോ പറഞ്ഞു. ഞാൻ തിരിച്ച് പാർട്ടിയെ കുറിച്ചും പറഞ്ഞിട്ടില്ല. താങ്കളിപ്പോ പാർട്ടി മെമ്പർ അല്ലേ? അല്ലല്ല, ഈ അടുത്ത ദിവസങ്ങളിലെങ്കിലും യുഡിഎഫുമായിട്ടോ കോൺഗ്രസുമായിട്ടോ ചർച്ചകൾ നടത്തുന്നുണ്ട് തിരികെ പോകാൻ. എങ്ങോട്ടും തിരികെ പോകേണ്ട കാര്യത്തില്ല. ഇതിനെതിരെ മുൻപ് നടപടി എടുക്കാതിരിക്കാൻ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സമ്മർദ്ദം ഉണ്ടായി? ഇല്ല ഇല്ല, അങ്ങനെ ഒന്നും കാരണം ഈ പാർട്ടി ഓഫീസ് പുതിയ ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ ഫിറ്റ്നസ് കൊടുത്തിരിക്കുന്ന അനധികൃതമായിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുതിയ രീതിയിലുള്ള കെട്ടിടം പണിയുമ്പോൾ അതിന് നെറ്റ് വേണം, വാഹനങ്ങൾ ചുറ്റിക്കറങ്ങിപ്പോകാനുള്ള സൗകര്യം വേണമെന്നൊക്കെയാണ്. അതൊന്നും പാലിച്ചിട്ടില്ല. ആ കെട്ടിടത്തിന് ഫിറ്റ്നസ് കൊടുത്തു. അതുമായി ബന്ധപ്പെട്ട് ഈ എയിനെ സംരക്ഷിച്ചു പോകുന്നതാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇല്ല. പാർട്ടിയുടെ ഒരു സംരക്ഷണമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പാർട്ടി എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. കാരണം എന്താ വെച്ചാൽ അത് ഒരു ഉദ്യോഗസ്ഥർക്കല്ല എൻ്റെ മറ്റു കാര്യം സെറ്റ് ഉണ്ടോ എൻ്റെ പിന്തുണ. ഇല്ല, എനിക്കങ്ങനെ ആരോപണം വന്നിട്ടില്ല. ഇല്ല, വന്നിട്ടില്ല. നിലവിൽ അറിയിച്ചിട്ടില്ല, വന്നിട്ടില്ല. പൊതുവായി വരുന്ന ആരോപണങ്ങൾ പരിശോധിക്കാറുണ്ട്. ചെയർമാനെ ഇന്നുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ പറ്റും. നിരന്തരം തെളിയിക്കാനാണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ അത് തെറ്റുകാരനല്ല. കാരണം തെറ്റുകാരനല്ല എന്ന് ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് നീതി പുലർത്തണമെങ്കിൽ ഞാൻ ഈ നിലപാടെടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ എനിക്ക് സാധിക്കൂ. താങ്കൾ CPM-ന്റെ പാർട്ടി മെമ്പർ അല്ല എന്നിപ്പോ പറഞ്ഞു. അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ട് CPM-ന്റെ ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ കൗൺസിലർ അടക്കം കൂടി അവർ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് രാജിവെക്കാനായിട്ട് ആവശ്യപ്പെടുന്നു? പാർട്ടിയല്ലേ എന്നെ തീരുമാനം. അത് സ്വാഭാവികമായിട്ട് ഇടുക്കി ജില്ലയിൽ LDP യോഗമല്ല നടന്നത്, പാർട്ടിയുടെ യോഗമാണ്. പാർട്ടിക്ക് ഉത്തരവാദിത്തമുള്ള ജില്ലയിലെ ആകപ്പാട് നഗരസഭയാണ്. CPM-ന് പറഞ്ഞുള്ള നഗരസഭ, LDF-ന് പറഞ്ഞുള്ള നഗരസഭയാണ്. ആ നഗരസഭയിൽ കഴിഞ്ഞ ആരോപണമോ മറ്റു കാര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനകത്ത്